എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിയൽ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിന്റെ പേരാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിയൽ നമ്പർ സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ എന്താണ് സുപ്രിമ ഇൻഫിമ എന്ന് അറിയണം. അതിനു മുന്നേ നമ്മൾ ഒരു സെറ്റ് ബൗണ്ടഡ് എബോവ് ആണോ ബൗണ്ടഡ് ബിലോ ആണോ അതോ ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാ ചെക്ക് ചെയ്യാന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സുപ്രിമ ഇൻഫിമയെ കുറിച്ച് പറയും. അതിനുശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ എന്താണെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു സെറ്റ് ബൗണ്ടഡ് എബോവ് ആണോ ബിലോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഡെഫിനിഷനിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ ഇതാണ്: ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ. അതായത് നമ്മളൊരു സബ്സെറ്റ് എടുത്തു, ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് എടുത്തത് ആറിന്റെ. അതിന് നമ്മൾ ഒരു പേര് കൊടുത്തു, ക്യാപിറ്റൽ എസ്. The set S is said to be bounded above if there exists a number U belongs to R such that S less than or equal to U for all S belongs to S. Each such number U is called an upper bound of S. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരു ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഇത് എന്തിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് ഒരു യു എന്ന് പറയുന്ന ഒരു എലമെന്റ്, അത് ആറിലുള്ളതാണ്. യു എന്നൊരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യണം. എങ്ങനെയായിരിക്കണം? എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. അതായത് എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതായ ഒരു യു എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ യു എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് പറയും. ഈ സെറ്റ് എസിനെ, ക്യാപിറ്റൽ എസിന്, അതായത് ഈ സ്മോൾ എസ് എന്ന് പറയുന്നത് ഇതിലുള്ള എലമെന്റ്സുകളെയാണ്. ക്യാപിറ്റൽ എസിനെ നമ്മൾ എന്തെന്ന് പറയും? ബൗണ്ടഡ് എബോവ് ആണെന്ന് പറയും. ആ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണെന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The set S is said to be bounded above ആണെങ്കിൽ if there exists a number U belongs to R such that S less than or equal to U for all S belongs to S. എസിലുള്ള എല്ലാ എലമെന്റിനേക്കാൾ വലുതായ യു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ യുവിന് എന്തെന്നാണ് പറയുന്നത്? അപ്പർ ബൗണ്ട്. ഒരു യു അല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, പല നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ ഈച്ച് സച്ച് നമ്പർ യു ഈസ് കോൾഡ് അപ്പർ ബൗണ്ട്. നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന എല്ലാ ആ നമ്പറിനെ നമ്മൾ എന്തെന്ന് പറയും? അപ്പർ ബൗണ്ട് എന്ന് പറയും. ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ എന്തെന്ന് പറയും? ബൗണ്ടഡ് എബോവ് ആണെന്ന് പറയും. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. The set S is said to be bounded below if there exists a number W belongs to R such that S greater than or equal to W for all S belongs to S. Each such number W is called a lower bound of S. എന്താ പറയുന്നത്? എസ് എന്ന് പറയുന്നത് ആറിന്റെ സബ്സെറ്റ് ആണ്. നമുക്ക് W എന്ന് പറയുന്ന ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും, ആറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ എലമെന്റ് എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും, എസിലുള്ള എല്ലാ എലമെന്റിനെയാണ് ഇങ്ങനെ പറയുന്നത്, എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും ചെറുതായിരിക്കും. ആ തരത്തിൽ നമുക്കൊരു W എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ W നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ Wനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലോവർ ബൗണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ സെറ്റ് എസിന് നമ്മൾ എന്ത് പറയും? ബൗണ്ടഡ് ബിലോ എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. The set S is said to be bounded below if there exists a number W belongs to R such that S greater than or equal to W. S എന്ന് പറയുന്നത് നമ്മുടെ എസിലുള്ള എല്ലാ എലമെന്റ്സിനാണ് സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്നത്. S greater than or equal to W
നമുക്കിങ്ങനെ ഒരു എണ്ണ അല്ല കണ്ടുപിടിക്കാൻ പറ്റുക, കുറെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഈച്ച് സച്ച് നമ്പർ W ഈസ് കോൾഡ് ലോവർ ബൗണ്ട്. നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കുന്ന എലമെന്റിന് നമ്മൾ ലോവർ ബൗണ്ട് എന്ന് പറയും. നമുക്ക് ഏത് സെറ്റിലാണോ അങ്ങനെ കണ്ടുപിടിക്കുന്നത് ആ സെറ്റിന് നമ്മൾ ബൗണ്ടഡ് ബിലോ എന്ന് പറയും. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. എ സെറ്റ് ഈസ് സെഡ് ടു ബി ബൗണ്ടഡ് if it is both bounded above and bounded below. ഈ സെറ്റ് എസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കണം? ബൗണ്ടഡ് എബോവ് ആയിരിക്കണം, ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം. ഇനി അടുത്തത്, എ സെറ്റ് ഈസ് സെഡ് ടു ബി അൺബൗണ്ടഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. അതായത് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സെറ്റ് ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോയും അല്ലെങ്കിൽ അതിനെ നമ്മൾ അൺബൗണ്ടഡ് സെറ്റ് എന്ന് പറയും. നമുക്ക് ആ സെറ്റ് ഒരു ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ ബൗണ്ടഡ് എന്ന് പറയും. ഇതാണ് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ ബൗണ്ടഡ് എബോവ് ആണോ ബൗണ്ടഡ് ബിലോ ആണോ എന്ന് ഉള്ള ഡെഫിനിഷൻ ഇതാണ്. ഇങ്ങനെ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിളിലൂടെ ഇത് നോക്കാം. അതിനുശേഷം നമുക്ക് സുപ്രീമ എന്താണ് ഇൻഫിമ എന്താണെന്ന് പറയാം. ഇനി നമുക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുന്നതിനുള്ള രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ എക്സാമ്പിള് സെറ്റ് S1 ആണ്. S1 എന്ന് പറയുന്നത് ആറിന്റെ സബ്സെറ്റ് ആണ്, റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ്. അതായത് S1ലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2വിന് താഴെ വരുന്ന എല്ലാ എലമെന്റ്സും. 2വിന് താഴെ വരുന്ന എല്ലാ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ -∞ മുതൽ 2 വരെ ഇതിന് താഴെ വരുന്ന എല്ലാ എലമെന്റ്സും ആണ് സെറ്റ് 1ലുള്ളത്, അതായത് S1ലുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? x less than 2 for all x belongs to S1. എങ്ങനെ എഴുതാലോ? അതായത് S1ലുള്ള എല്ലാ എലമെന്റ്സും 2വിന് താഴെയാണ്. ഈ 2 എവിടെയുള്ള എലമെന്റ് ആണ്? ആറിലുള്ള റിയൽ നമ്പറിലുള്ള ഒരു എലമെന്റ് ആണ് 2. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2ന് നമുക്ക് അപ്പർ ബൗണ്ട് എന്ന് പറയാം. എസിന് നമുക്ക് എന്ത് പറയാം? ബൗണ്ടഡ് എബോവ് എന്ന് പറയാം. ഇത് ബൗണ്ടഡ് ബിലോ ആയിരിക്കുമോ? നമുക്കിങ്ങനെ ഇതിന്റെ താഴെയുള്ള എല്ലാ എലമെന്റും ആണ് നമുക്ക് ബൗണ്ടഡ് ബിലോ ആയിട്ട്, അതായത് ഈ എലമെന്റിന് എല്ലാത്തിനേക്കാളും ചെറുതായിട്ട് ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്തല്ല? ബൗണ്ടഡ് ബിലോ അല്ല. പക്ഷെ ഈ S1 എന്താണ്? ബൗണ്ടഡ് എബോവ് ആണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. S2. S2 എന്താണ്? ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇവിടെ മാക്സിമം നമ്പർ വരുന്ന എത്രയാണ്? 1 ആണ്. പിന്നെ ബാക്കിയെല്ലാം എന്താണ്? 1/2 1/3 കുറഞ്ഞ് 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 പോവാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് എത്താവുന്ന സ്ഥലം എവിടെയാണ്? 1/∞ വരെ പോയാൽ അത് എവിടെ എത്തും? 0-ലെത്തും. അപ്പൊ ഈ S2 എന്ന് പറയുന്ന ഒരു സെറ്റ് 1നും 0യ്ക്കും ഇടയിലുള്ള എലമെന്റ്സുകളാണ് ഈ S2 എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ്. അപ്പൊ നമുക്ക് പറയാം ഈ 1നേക്കാൾ താഴെയാണ് S2ലുള്ള എല്ലാ എലമെന്റ് എന്നും പറയാം. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഈക്വൽ ടു വേണമെങ്കിൽ വരാം. അതായത് ഈ 1 എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിന്റെ അകത്ത് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ആ എലമെന്റിന്റെ താഴെ ആയിരിക്കണം ബാക്കി എല്ലാ എലമെന്റും, അല്ലെങ്കിൽ ആ എലമെന്റിനോട് ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ ഈ 1 എന്ന് പറഞ്ഞാല് 1 നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന അപ്പർ ബൗണ്ടിനോട് അത് ഈക്വൽ ആയിരിക്കും. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ x ബിലോങ്സ് ടു S2 എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ S1 എന്താണെന്ന് പറയാം? ഇതൊരു അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ സെറ്റ് S2 എന്താണ്? ബൗണ്ടഡ് എബോവ് ആണെന്ന് പറയാം. ഇനിയിപ്പോ നമ്മൾ 2 എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു 2 ആണ് എടുക്കുന്നതെങ്കിൽ x ലെസ് ദാൻ 2 ആണെങ്കിൽ ഈ 2 എന്താണ്? അപ്പർ ബൗണ്ട് ആണ്. നമ്മുടെ സെറ്റ് എന്താണ്? ബൗണ്ടഡ് എബോവ് ആയിരിക്കും. ഇതിന് മുകളിൽ 3 എടുക്കാം, 4 എടുക്കാം, അങ്ങനെ അങ്ങോട്ട് എത്ര നമ്പർ വേണമെങ്കിലും എടുത്താലും നമുക്ക് എന്ത് പറയാം? അപ്പർ ബൗണ്ട്, അത് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം.
ഇവിടെ നമ്മൾ എടുക്കുന്ന ഏറ്റവും ഫസ്റ്റത്തെ അപ്പർ ബൗണ്ട് ആയ 1 ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 1/n ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് പറയാം 0 ആണ് ഇവിടെയുള്ള എല്ലാ എലമെന്റിനേക്കാൾ ഏറ്റവും ചെറുതെന്ന് പറയാം. അതായത് 0 ലെസ് ദാൻ എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു S2 എന്ന് പറയാം. അങ്ങനെ ആവുമ്പോ ഈ 0 നമുക്ക് എന്തെന്ന് പറയാം? ലോവർ ബൗണ്ട് എന്ന് പറയാം. ലോവർ ബൗണ്ട് എന്ന് പറയാം. ഈ S2 നമുക്ക് എന്തെന്ന് പറയാം? ബൗണ്ടഡ് ബിലോ എന്ന് പറയാം. ഇനി 0ക്ക് താഴെ -1 എടുത്താലും അതും ഒരു ലോവർ ബൗണ്ട് ആണ്, -2 എടുത്താലും അതും ഒരു ലോവർ ബൗണ്ട് ആണ്. അങ്ങനെ നമുക്ക് 0ക്ക് താഴെ ഏത് നമ്പർ എടുത്താലും അത് ഈ സെറ്റിന്റെ ലോവർ ബൗണ്ട് ആയിരിക്കും. അതുപോലെ 1ന് മുകളിൽ ഏത് നമ്പർ എടുത്താലും അത് ഈ സെറ്റ് S2 അപ്പർ ബൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെറ്റ് S2 ബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് സെറ്റ് S2 എന്തെന്ന് പറയാം? ബൗണ്ടഡ് എന്ന് പറയാം. സെറ്റ് S2 ബൗണ്ടഡ് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് ഒരു സെറ്റിന് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ആ സെറ്റ് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്ന് പറയും. സെറ്റ് S1 എന്ത് മാത്രമാണ്? ബൗണ്ടഡ് എബോവ് മാത്രമാണ്, ബൗണ്ടഡ് ബിലോ അല്ല. കാരണം നമുക്കൊരു ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ സെറ്റ് S2 എന്താണ്? ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോ ആണ്. അതുകൊണ്ട് നമുക്ക് ബൗണ്ടഡ് ആണെന്ന് പറയാം. ഇനി ഒരു സെറ്റ് കിട്ടുകയാണ്, അത് ബൗണ്ടഡ് എബോവ് അല്ല, ബൗണ്ടഡ് ബിലോ അല്ലെങ്കിൽ അതിനെ നമുക്ക് അൺബൗണ്ടഡ് എന്ന് പറയാം. അൺബൗണ്ടഡ്. ഇതാണ് ബൗണ്ടഡ് ആണോ അല്ലയോ നോക്കുന്നത്. ഇനി നമുക്ക് എന്താണ് സുപ്രിമ, എന്താണ് ഇൻഫിമ എന്ന് നോക്കാം. സുപ്രിമ അല്ലെങ്കിൽ ഇൻഫിമന്റെ ഡെഫിനിഷൻ ഇതാണ്. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ. എസ് എന്ന് പറയുന്നത് ആറിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. ഇഫ് എസ് ഈസ് ബൗണ്ടഡ് എബോവ് then the number u is said to be supremum of S, supremum or least upper bound of S if it satisfy the conditions. U is an upper bound of S and if V is any upper bound of S then U less than or equal to V. എന്താ പറയുന്നത്? S എന്ന് പറയുന്നത് ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഈ എസ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന് നമുക്കൊരു അപ്പർ ബൗണ്ട് കിട്ടും. ആ അപ്പർ ബൗണ്ടിനെയാണ് സുപ്രീമം എന്ന് പറയാ, അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയാ. അത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന യു ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കണം, കൂടാതെ വേറെ ഏതൊരു അപ്പർ ബൗണ്ട് വി എടുത്താലും അത് യുവിനേക്കാൾ വലുതായിരിക്കണം. അതായത് ഒരു സെറ്റ് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ആറിന്റെ സബ്സെറ്റ് ആണ്. നമുക്ക് ഈ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണെന്ന് അറിയാം. നമ്മൾ അതിനൊരു അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചു. ആ അപ്പർ ബൗണ്ട് സുപ്രീമം ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സുപ്രീമം അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ യു എന്തായാലും ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കുമല്ലോ, കൂടാതെ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ എസിന്റെ വേറെ ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും, അതാണ് വി എന്ന് പറയുന്നത്, വേറെ ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും അതിനേക്കാളൊക്കെ ചെറുതായിരിക്കണം ഏത്? യു എന്ന് പറയുന്ന അപ്പർ ബൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മള് ആ യുവിനെ സുപ്രീമം ഓഫ് എസ് എന്ന് പറയും. അതിന് എഴുതുന്ന ഇങ്ങനെയാണ്, SUP, സുപ് ഓഫ് എസ് എന്ന് എഴുതും. അത് ഏതായിരിക്കും? യു ആയിരിക്കും. ഇങ്ങനെയാണ് സുപ്രീമം ഓഫ് എസിനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ അത് ഏതായിരിക്കും? യു ആയിരിക്കും. അതായത് നമുക്ക് കുറെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സെറ്റിന് കുറെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതില് ലീസ്റ്റ് അപ്പർ ബൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സുപ്രീമം എന്ന് പറയാം. ഇനി അടുത്ത ഡെഫിനേഷൻ നോക്കാം. ഇഫ് എസ് ഈസ് ബൗണ്ടഡ് ബിലോ then the number W is said to be the infimum or greatest lower bound of S if it satisfies the conditions. W is a lower bound of S and if T is any lower bound of S then T less than or equal to W. ഇതുപോലെ തന്നെ സുപ്രീമത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്
ഇൻഫിമം. ഇൻഫിമം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. അതായത് നമുക്ക് ഒരുപാട് ലോവർ ബൗണ്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റും ഒരു സെറ്റിന്. ഒരു ബൗണ്ട് കണ്ടുപിടിച്ചാൽ ഒരുപാട് ലോവർ ബൗണ്ടുകൾ കിട്ടും. അതിലെ ഏറ്റവും വലിയ ലോവർ ബൗണ്ടിനെയാണ് എന്തെന്ന് പറയാ, ഇൻഫിമം ഓഫ് എസ് എന്ന് പറയാം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക INF. അതിന്റെ ഷോർട്ട്, ഇൻഫിമത്തിന്റെ ഷോർട്ട് ആക്കിയിട്ട് INF ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് ഏതായിരിക്കും, W ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. സുപ്രീമം ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സുപ്പ് എസ് ഈക്വൽ ടു എന്ന് എഴുതും. അല്ലെങ്കിൽ ഇൻഫിമം ഓഫ് എസിന് ഇൻഫ് എസ് എന്ന് എഴുതും. അപ്പൊ ഇതാണ് ഇൻഫിമവും സുപ്രീമവും. അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ടിന് സുപ്രീമം എന്ന് പറയും, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിന് ഇൻഫിമം എന്ന് പറയും. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ വെച്ച് ഇത് എങ്ങനെയാ വരിക എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ എടുത്ത 2 എക്സാമ്പിൾ ഇതായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, S1 ബൗണ്ടഡ് എബോവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനൊരു അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് X<2 ആയതുകൊണ്ട് 2 ആണ് അപ്പർ ബൗണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 3 എന്തായിരിക്കും, ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആയിരിക്കും. കാരണം 3നേക്കാൾ ചെറുതായിരിക്കും ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റും. അപ്പൊ 3 എന്താണ്, ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ 4 എന്താണ്, ഒരു അപ്പർ ബൗണ്ട് ആണ്. അങ്ങനെ 5ഉം ഒരു അപ്പർ ബൗണ്ട് ആണ്. അങ്ങനെ ഒരുപാട് അപ്പർ ബൗണ്ട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 2വിനേക്കാൾ താഴെ വരുന്ന ഏതെങ്കിലും എലമെന്റ് അപ്പർ ബൗണ്ട് ആവോ? 2വിനേക്കാൾ താഴെ വരുന്ന ഏതെങ്കിലും എലമെന്റ് അപ്പർ ബൗണ്ട് ആവോ? ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഏറ്റവും ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം. അപ്പൊ ഈ 2നെ നമ്മൾ എന്തെന്ന് പറയും, സുപ്രീമം ഓഫ് എസ് എന്ന് പറയും. സുപ്രീമം ഓഫ് എസ് എന്താണ്, 2 ആണ്. സുപ്രീമം ഓഫ് എസ് അല്ല, നമ്മുടെ ഇവിടുത്തെ സെറ്റ് S1 ആണ്. അപ്പൊ ഈ 2വിനെയാണ് സുപ്രീമം എന്ന് പറയാ. നമ്മൾ എഴുതുക എങ്ങനെയാണ്, സുപ്രീമം ഓഫ് S1 ഈക്വൽ ടു 2 എന്ന് എഴുതും. ഇനി നമുക്ക് 2 തന്നെയാണോ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, അതോ അതിനേക്കാൾ താഴെ ഏതെങ്കിലും അപ്പർ ബൗണ്ട് വരുന്നുണ്ടോ എന്ന് ജനറലി ചെയ്ത് നോക്കുന്ന ഇതെങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ലെറ്റ് V എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് എടുത്തു. അപ്പൊ V എന്തായിരിക്കും, 2വിനേക്കാൾ ചെറുതായിരിക്കും. ഇനി നമുക്ക് Vനേക്കാൾ വലുതായിരിക്കും എന്ത്, V+1/2 2 മൈനസ് V. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എന്താണ് വരിക, V+1 മൈനസ് V/2 എന്ന് വരും. അതായത് ഇത് എന്ത് വരും, 1 പ്ലസ് V/2 എന്ന് വരും. ഇത് എന്താണ്, 1 പ്ലസ് V/2 എന്തായിരിക്കും, 2വിനേക്കാൾ ചെറുതായിരിക്കും. 1 പ്ലസ് V/2 എന്തായിരിക്കും, 2വിനേക്കാൾ ചെറുതായിരിക്കും. അതായത് 1 പ്ലസ് V/2 ഏത് സെറ്റിൽ വരും, ഈ S1 എന്ന് പറയുന്ന സെറ്റില് ഈ 1 പ്ലസ് V/2 വരും. കാരണം 2വിനേക്കാൾ ചെറുതായ എല്ലാ എലമെന്റ്സുമാണ് S1 ഉള്ളത്. അപ്പൊ V എന്തായി, Vനേക്കാൾ വലുതാണ് 1 പ്ലസ് V/2. അപ്പൊ നമുക്ക് Vനെ അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് S1 എല്ലാ എലമെന്റിനേക്കാളും വലുതായ എലമെന്റിനെയാണ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്ത് പറയാം, V അപ്പർ ബൗണ്ട് അല്ല. കാരണം 1 പ്ലസ് V/2 എന്ന് പറയുന്ന എലമെന്റ് എസിലുണ്ട്, അത് Vനേക്കാൾ വലുതായി. ഇതിനേക്കാൾ വലുതാവണമായിരുന്നു V. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 2 എന്ന് പറയുന്നതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. ഇങ്ങനെയാണ് ജനറലി നമ്മൾ പ്രൂവ് ചെയ്യാം. അപ്പൊ 2 എന്ന് പറയുന്നത് നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, S2 എന്താണെന്ന് കിട്ടിയായിരുന്നു, ബൗണ്ടഡ് ആണെന്ന് കിട്ടിയായിരുന്നു. അതായത് ബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടി. അതായത് S2 നമുക്ക് ബൗണ്ടഡ് എബോവ് ആയിട്ട് ഏത് എലമെന്റ് വെച്ച് എഴുതാം, 1 ആയിട്ട് എഴുതാം. ബൗണ്ടഡ് ബിലോ ആയിട്ട് 0 ആയിട്ട് എഴുതാം. ഈ 1നേക്കാൾ മുകളിലുള്ള എല്ലാ എലമെന്റും, അതായത് 2, 3, 4, 5 എക്സെട്ര എന്ന് പോകുന്ന എല്ലാ എലമെന്റും എന്താണ്, അപ്പർ ബൗണ്ടുകളാണ്. ഈ അപ്പർ ബൗണ്ടിലെ ഏറ്റവും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതാണ്, 1 ആണ്.
അതുകൊണ്ട് അതിനെയാണ് നമ്മൾ സുപ്രീമം എന്ന് പറയാ. സുപ്രീമം ഓഫ് എസ് എന്ന് പറയുന്ന ഏതായിരിക്കും? 1 ആയിരിക്കും. ഈ 1നെയാണ് നമ്മൾ സുപ്രീമം എന്ന് പറയാം. നമ്മൾ ഇനി ഇതാണ് 0 ആണ് ലോവർ ബൗണ്ട് എന്ന് പഠിച്ചു. അപ്പൊ -1ഉം -2ഉം -3 ഒക്കെ എടുത്താലും S2ന്റെ ലോവർ ബൗണ്ട് ആയിരിക്കും. അതായത് S2ലുള്ള എല്ലാ എലമെന്റിനേക്കാൾ ചെറുതായിരിക്കും ഈ വരുന്ന നമ്പറുകൾ. ഈ S2ലുള്ള എല്ലാ എലമെന്റിനേക്കാൾ ചെറുതായിരിക്കും ഈ വരുന്ന നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇത് എല്ലാത്തിനെയും ലോവർ ബൗണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മൾ എന്താണ് പഠിച്ചത്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് എന്തെന്ന് പറയാ? ഇൻഫിമം എന്ന് പറയാം. ഇതിൽ ഏറ്റവും വലിയ ലോവർ ബൗണ്ട് ഏതാണ്? 0 ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഫിമം എന്ന് പറയാം. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇൻഫ് S2 ആണ്. S2 എന്ന് പറയുന്നത് 0 ആണെന്ന് എഴുതും. ഇങ്ങനെയാണ് ഇൻഫിമോ സുപ്രീമോ നമ്മളൊരു സെറ്റിന്റെ കണ്ടുപിടിക്കുക. ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെ സുപ്രീമം എന്ന് പറയും. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെ ഇൻഫിമം എന്ന് പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിമാർക്കാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ടി ടു സീ ദാറ്റ് there can be only one supremum of a given subset S of R. അതായത് സുപ്രീമം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്, അതിന്റെ യുണീക്നെസ് പ്രോപ്പർട്ടി കൊണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. പ്രൂഫ്, അതായത് നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂം ദാറ്റ് U1 and U2 are supremum of S. അതായത് നമ്മൾ അസ്യൂം ചെയ്യാണ് U1 U2ഉം എസിന്റെ സുപ്രീമം ആണെന്ന് അസ്യൂം ചെയ്യാണ്. ഇഫ് U1 ലെസ് ദാൻ U2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? U2നെ എന്ത് പറയും? അപ്പർ ബൗണ്ട് ആണെന്ന് പറയും. U2നെ നമുക്ക് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. U1 എന്തായിരിക്കില്ല അപ്പോ? അപ്പർ ബൗണ്ട് ആയിരിക്കുമോ? കാരണം U2 സുപ്രീമം ആണെന്ന് എടുത്തിട്ടുണ്ട്. U2 സുപ്രീമം ആയതുകൊണ്ട് U2 എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ അതിന് താഴെ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് U1നെ അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. U1 അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ U1 സുപ്രീമം ആവോ? ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് എടുത്തത്? U1 സുപ്രീമം ആണെന്ന് എടുത്തത്. അപ്പൊ ഇങ്ങനെ U1 ലെസ് ദാൻ U2 ആയി കഴിഞ്ഞാൽ ഇതാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ഇനി നമ്മള് U2 ലെസ് ദാൻ U1 എടുത്ത U1 അപ്പർ ബൗണ്ട് ആണ്, അതുപോലെ U1 സുപ്രീമം ആണ്, U1 ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ U2ന് അപ്പർ ബൗണ്ട് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ എന്തായി? നമ്മുടെ അടുത്ത അസംഷൻ എന്തായി? കോൺട്രഡിക്ട് ചെയ്തു. രണ്ട് കേസിലും നമ്മുടെ അസംഷൻ എന്തായി? കോൺട്രഡിക്ട് ചെയ്തു. ഇപ്പൊ രണ്ടെണ്ണം U1 U2 ഡിഫറെന്റ് അപ്പർ ബൗണ്ടുകളായിട്ടാണ് അല്ലെങ്കിൽ സുപ്രീം ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതെന്തായാലും ഈക്വൽ ടു വരില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടിടത്തും കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? U1 ഈക്വൽ ടു U2 എന്ന് പറയാം. അതായത് U1 ലെസ് ദാൻ U2 എന്ന് എടുത്തു കഴിഞ്ഞപ്പോ U1 അപ്പർ ബൗണ്ട് ആവില്ല, സുപ്രീമം ആണെന്നും പറയാനും പറ്റില്ല. പക്ഷെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? U1 സുപ്രീമം എന്നാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ഇനി U2 ലെസ് ദാൻ U1 എന്ന് എടുത്തപ്പോ U2ന് നമുക്ക് അപ്പർ ബൗണ്ട് ആണെന്നും പറയാൻ പറ്റില്ല, അത് സുപ്രീമം ആണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ അസംഷൻ എന്തായി? അസംഷനെ അത് കോൺട്രഡിക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഷനിലാണ് എത്താൻ പറ്റുക? U1 ഈക്വൽ ടു U2 എന്ന് പറയുന്ന കൺക്ലൂഷനിലാണ് എത്താൻ പറ്റുക. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? നമ്മുടെ സുപ്രീമം എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ലെമ്മ നോക്കാം. ലെമ്മ, എ നമ്പർ U is the supremum of a non-empty subset S of R if and only if U satisfy the conditions S less than or equal to U for all S belongs to S. If V less than U, then there exists T belongs to S such that V less than T. അതായത് ഇത് സുപ്രീമത്തിന്റെ വേറൊരു ഡെഫിനിഷൻ ആയിട്ട് പറയില്ല എമ്മേനെ. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
പ്രൂഫ്. ആദ്യം നമ്മൾ എടുക്കുന്ന അസംഷൻ യു സുപ്രീമമാണ്, എസിന്റെ സുപ്രീമമാണ് യു എന്ന് എടുത്തിട്ട് ഈ രണ്ട് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതിനുശേഷം ഈ രണ്ട് കണ്ടീഷൻ എടുത്തിട്ട് യു എന്ന് പറയുന്നത് എസിന്റെ സുപ്രീമമാണെന്ന് ഫോളോ പറയും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് വരുന്നത്, രണ്ട് സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്നത് യു എന്ന് പറയുന്നത് ഏതിന്റെയാണ്, സുപ്രീമം ഓഫ് എസ് ആണെന്നാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പൊ യു എസിന്റെ സുപ്രീമം ആണെങ്കിൽ എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യു എന്ന് പറയുന്നത് എസിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കും എന്ത്, യു. ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്, എസിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കും എന്ത്, യു. കാരണം എന്താണ്, യു സുപ്രീമമാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്തു. ഇനി നമുക്കറിയാം വി എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആണ് എങ്കിൽ, വി എന്ന് പറയുന്നത് യുനേക്കാൾ ചെറുതാണെങ്കിൽ, വി എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ്, യുനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് യുവിനെ സുപ്രീമം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെയാണ് സുപ്രീമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയേണ്ടി വരും, ഒരു ടി എന്ന് പറയുന്ന ഒരു എലമെന്റ് എസിലുണ്ട്, ആ ടി എന്ന് പറയുന്ന എലമെന്റ് വിനേക്കാൾ വലുതായിരിക്കും എന്ന് പറയണം. അപ്പൊ വി എന്താവില്ല, അപ്പർ ബൗണ്ട് ആവില്ല. കാരണം ടി എന്ന് പറയുന്നത് എസിലുള്ള എലമെന്റ് ആണ്, എസിലുള്ള എലമെന്റ് വിനേക്കാൾ വലുതാണ്. നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതായ ഒരു എലമെന്റിനെയാണ് നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താവില്ല, വി അപ്പർ ബൗണ്ട് ആവില്ല, കാരണം ടി എസിലുള്ള എലമെന്റ് ആണ്. അപ്പോ വി അപ്പർ ബൗണ്ട് എന്ന് എടുത്താല് ശരിയാവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം യു, കാരണം യു സുപ്രീമം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെന്ന് കിട്ടി. അതായത് ഈഫ് ഇതാണെങ്കിൽ എങ്ങനെ വരും, നമുക്ക് ടി എന്ന് പറയുന്ന ഒരു എലമെന്റ് എസിൽ ഉണ്ടെന്ന് പറയാണ്ടി വരും, ആ ടി എന്ന് പറയുന്നത് വിനേക്കാൾ വലുതാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതാണ് യു സുപ്രീമം ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ള അതിന്റെ പ്രൂഫ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ യു സുപ്രീമം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താന്ന് പറയുന്നത്, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് ആണ്. യു എന്ന് പറയുന്നത് എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതാണ്. അതുകൊണ്ട് നമുക്ക് യുവിനെ എന്തെന്ന് പറയാം, അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് എന്താണ്, ഏതൊരു വി എടുത്തു കഴിഞ്ഞാലും എന്താണ്, വി എന്ന് പറയുന്നത് ഏതൊരു വി എടുത്തു കഴിഞ്ഞാലും വിനേക്കാൾ വലുതായിട്ട് ഒരു ടി എവിടെ ഉണ്ടാവും, എസിൽ ഉണ്ടാവും എന്നാണ് ഈ കണ്ടീഷൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും വിക്ക് അപ്പർ ബൗണ്ട് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതായിരിക്കും, യു ആയിരിക്കും. അപ്പൊ ലീസ്റ്റ് അപ്പർ ബൗണ്ട് യു ആയതുകൊണ്ട് യുവിനെ നമുക്ക് എന്തെന്ന് പറയാം, സുപ്രീമം ഓഫ് എസ് എന്ന് പറയാം. അങ്ങനെയാണ് ഇത് ലോജിക്കലി നമ്മൾ ചിന്തിച്ച് പ്രൂവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സുപ്രീമം ആണെന്ന് എടുത്തു, അത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യു സുപ്രീമം ആണെന്ന് കിട്ടി. അപ്പൊ സുപ്രീമത്തിന്റെ വേറൊരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാം. ഇതുപോലെ തന്നെ നമുക്ക് ഇൻഫിമത്തെ എഴുതാം. ഇൻഫിമം അതായത് യു ഈസ് ദ ഇൻഫിമം ആണെങ്കിൽ എങ്ങനെ വരും, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു അല്ല, യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഇഫ് യു ലെസ് ദാൻ ബി ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും, ടി ലെസ് ദാൻ ബി എന്ന് എഴുതാം. ഇത് ഇൻഫിമത്തിന്റെ കേസിലും ഈ ലെമ്മ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്ത ലെമ്മ ഇതാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്രീമത്തിന്റെ വേറൊരു തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതാണ്. An upper bound U of a non-empty set S in R is the supremum of S if and only if for every epsilon greater than 0 there exists an S epsilon belongs to S such that U minus epsilon less than S epsilon. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, എസ് സുപ്രീമം ആണെന്ന് എടുത്തുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് സുപ്രീമം ഓഫ് എസ് എന്ന് പറയുന്നത് യു ആണെന്നാണ്. അതിൽ നിന്ന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്കറിയാം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് യു മൈനസ് എപ്സിലോൺ
എന്തായിരിക്കും? യുവിനേക്കാൾ ചെറുതായിരിക്കും. ഇനി നമുക്ക് ഈ യു മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആവോ എന്ന് നോക്കണം. യു മൈനസ് 1 എപ്സിലോൺ അപ്പർ ബൗണ്ട് ആയി കഴിഞ്ഞാല് എന്താവില്ല, യുവിന് എന്താവാൻ പറ്റില്ല, സുപ്രീമോ ആവാൻ പറ്റില്ല. ഇത് അപ്പർ ബൗണ്ട് ആയാല് യു എന്തായാലും അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇത് അപ്പർ ബൗണ്ട് ആയാൽ ഇത് അപ്പർ ബൗണ്ട് ആണ്. പക്ഷെ ഇത് നമ്മൾ എന്താണെന്ന് എടുത്തിട്ടുണ്ട്? സുപ്രീമം ആണെന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഇതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ യു മൈനസ് എപ്സിലോൺ നമുക്ക് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് എസ്സിലുണ്ട്. അതെന്താണ്? യു മൈനസ് എപ്സിലോണിനേക്കാൾ വലുതാണെന്ന് പറയാം. കാരണം യു മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനേക്കാൾ വലുതായിട്ട് ഒരു എലമെന്റ് എവിടെയുണ്ട്? എസ്സിലുണ്ട്. അപ്പോ എസ്സിന് താഴെ, അതായത് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ്? എസ്സിലുള്ള എല്ലാ എലമെന്റിനേക്കാളും മുകളിൽ ഒരു എലമെന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമ്പോ അതിനെയാണ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. അപ്പോ എസ്സിലുള്ള ഒരു എലമെന്റ് ആണ് എസ് എപ്സിലോൺ. അത് യു മൈനസ് എപ്സിലോണിന് മുകളിലാണ്. അപ്പൊ യു മൈനസ് എപ്സിലോൺ നമുക്ക് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ കണ്ടീഷനിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് ഈ കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ട് യു എന്താണെന്ന് പറയണം? സുപ്രീമം ആണെന്ന് പറയണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? ഫോർ എവരി എപ്സിലോൺ greater than 0 there exists S epsilon belongs to S such that U minus epsilon less than S epsilon ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ നമ്മള് പറയാണ് V എന്ന് പറയുന്ന ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. അത് യുവിനേക്കാൾ താഴെയാണ്. അപ്പൊ നമുക്ക് യു ആണ് സുപ്രീം ആണെന്ന് തെളിയിക്കേണ്ടത്. പക്ഷെ നമ്മൾ എടുത്തു V എന്ന് പറയുന്നത് യുവിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. അത് സുപ്രീമം ആണോ അല്ലയോ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യു ആണ് സുപ്രീമം എന്ന് കിട്ടും. അപ്പൊ വി എന്ന് പറയുന്നത് യുവിനേക്കാൾ താഴെ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് നമ്മൾ എടുത്തു. അതായത് വി എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് നമ്മൾ എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും? വി മൈനസ് യു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടുമല്ലോ. അതായത് യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വി മൈനസ് യു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നമ്മൾ ചൂസ് ചെയ്യാണ്. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് വി മൈനസ് യു ആണെന്ന് ചൂസ് ചെയ്തു. അപ്പൊ എപ്സിലോൺ വി മൈനസ് യു ആണെന്ന് ചൂസ് ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ യു മൈനസ് എപ്സിലോൺ എങ്ങനെ വരും? യു മൈനസ് വി മൈനസ് എപ്സിലോൺ എന്ന് വരും. അതായത് ഇത് എന്ത് വരും? വി വരും. ഇത് എന്തിനേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എസ് എപ്സിലോണിനേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് എപ്സിലോൺ എവിടെയുള്ള എലമെന്റ് ആണ്? നമ്മുടെ സെറ്റ് എസ്സിലുള്ള എലമെന്റ് ആണ്. അപ്പൊ വി എന്ന് പറയുന്നത് എസ് എപ്സിലോണിനേക്കാൾ ചെറിയൊരു എലമെന്റ് ആണ്. ഈ എസ് എപ്സിലോൺ എസ്സിലുള്ള എലമെന്റ് ആണ്. അപ്പൊ വിനെ നമുക്ക് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ എസ്സിലുള്ള എല്ലാ എലമെന്റിനേക്കാൾ വലുതായ എലമെന്റിനെയാണ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. പക്ഷെ ഇവിടെ വി ഒരു എലമെന്റിനേക്കാൾ താഴെയാണ്, എസ്സിലുള്ള ഒരു എലമെന്റിനേക്കാൾ താഴെയാണ്. അപ്പൊ വി എന്താണെന്ന് പറയാൻ പറ്റില്ല, അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റിയ എന്താണ്? യു ആണ്. യു നമുക്ക് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. യു എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. അതായത് യു എന്ന് പറയുന്നത് സുപ്രീം ആണെന്ന് കിട്ടും. അങ്ങനെയാണ് ഈ ലെമ്മയുടെ പ്രൂഫ്. അതായത് ഈ ഒരു ലെമ്മ പറയുന്നത് സുപ്രീമത്തിന് വേറൊരു തരത്തില് ഡെഫിനിഷൻ കൊടുക്കുന്നതാണ്. ഈ സുപ്രീമത്തിനെ റീപ്ലേസ് ചെയ്ത് ഇൻഫിമത്തിന് നമുക്ക് ഇതേ ഡെഫിനിഷൻ കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. ഇതാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അതിൽ ഫസ്റ്റത്തെ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആർ ആണ്. എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് that has an upper bound has a supremum in R. അതായത് ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് റിയൽ നമ്പേഴ്സിന്റെ എടുത്താലും അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടാവും. ആ അപ്പർ ബൗണ്ടിന് ഒരു സുപ്രീമം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആറില്. അത് ആ അപ്പർ ബൗണ്ട് നമ്മുടെ ആ സെറ്റിന്റെ ഉള്ളിൽ തന്നെ വരാം, അല്ലെങ്കിൽ സെറ്റിന് പുറത്ത് വേണമെങ്കിലും വരാം. ഇനി അടുത്തത് ഇതാണ് ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് ആർ. എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് that has a lower bound
ആർസ് ആർ ഇൻഫിമം ഇൻ ആർ. അതായത് ആറിന്റെ ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് എടുത്താലും അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടാവും. അതിൽ നിന്ന് ആ ലോവർ ബൗണ്ടുകളുടെ കളക്ഷനിൽ നിന്ന് നമുക്ക് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് പറയുന്നത്. ഒരു വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ആർ എന്ന റിയൽ നമ്പർ സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ഏതൊരു സബ്സെറ്റ്, റിയൽ നമ്പറിന്റെ ഏതൊരു സബ്സെറ്റ് എടുത്താല് അതിന് സുപ്രീമും ഉണ്ടാവും ഇൻഫിമവും ഉണ്ടാവും. അതാണ് ഇത് ചുരുക്കി പറയുന്നത്. ആക്ച്വലി നമുക്ക് ഈ സുപ്രീമം പ്രോപ്പർട്ടി മാത്രം മതി. ഇതിൽ നിന്ന് നമുക്ക് ഈ ഇൻഫിമം പ്രോപ്പർട്ടിയിലായിട്ട് ഇംപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.